ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായി സേഫായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ മഴയൊക്കെ മാറി ഇന്ന് സമാധാനമായിട്ട് വന്നിട്ടുണ്ട്. മഴയൊക്കെ വന്നാൽ അറിയാലോ, എപ്പോഴും തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ടൈം കിട്ടാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാത്തതാണ്. കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. കുട്ടികളുടെ സ്കൂളിൽ പോക്ക്, എൻ്റെ പഠിക്കാനുള്ള പോക്ക്, എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇന്നിപ്പോൾ ഒരു അവധി കിട്ടിയ സമയത്ത് എനിക്ക് കുട്ടികളുടെ PTA മീറ്റിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോവാണ് സ്കൂളിലേക്ക്. ഈ ഡിസ്റ്റൻറ്റ് പേരൻറ്റിംഗ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഒരാളുടെ കയ്യിലേക്കാവും. വേറൊന്നും കൊണ്ടുമല്ല, ഒരാൾക്ക് അവൈലബിൾ ആകാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം, പല കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുമ്പം ചില സമയങ്ങളിൽ എക്സ്ഹോസ്റ്റൊക്കെ ആവാറുണ്ട്. എങ്കിൽ കൂടിയും നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞാൻ വന്ന ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കാം. PTA മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ടീച്ചേഴ്സിനെ എല്ലാം കണ്ടു. അവരുടെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ട് ടീച്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കിട്ടി ബോധിച്ചു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് DC ബുക്സിൻ്റെ ഒരു ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ കയറി അതിലെല്ലാം ഒന്ന് തപ്പിത്തടഞ്ഞിട്ട് നേരെ പുളിമൂട്ടിലേക്കാണ് പോയത്. വരുന്ന ആഴ്ചയിൽ UK അയക്കാനുള്ള അടുത്ത പാഴ്സലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു പട്ടുപാവാടയ്ക്ക് ഒരു ബ്ലൗസ് തപ്പിയെടുക്കണം. അതിനുവേണ്ടിയാണ് വന്നത്. പക്ഷെ വന്ന കൂട്ടത്തിൽ ഞാൻ മദ്രാസ് ചെക്ക് കണ്ടു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റം ആണല്ലോ. അപ്പം ഞാനും ഒരെണ്ണം എടുത്തു, മൾട്ടി കളറിൻ്റെ. ഷോപ്പിനുള്ളിൽ നിന്നപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഈ ഭീമാകാരമായ മഴ ഞാൻ കാണുന്നത്. പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് സംഭവിച്ചൊരു കാര്യമാണ്. വീടിൻ്റെ മതിലിടിഞ്ഞു പോയി. നല്ല വെയിലൊക്കെ കണ്ടിട്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ എത്ര പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുന്നതെന്നറിയാമോ? ടേക്ക് കെയർ ഗൈസ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഇടാൻ 2-3 ദിവസത്തെ ഗ്യാപ്പൊക്കെ വരും. എന്നാലും മറക്കരുത് കേട്ടോ. കണ്ട് സഹകരിക്കണേ. ബൈ.